സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പം ഓണക്കാലം ആയതുകൊണ്ട് നല്ല കാഴ്ചകൾ, നല്ല പൂക്കളുടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. അത്തരത്തിലൊരു പൂക്കൃഷിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പാറപ്പുറത്തെ 50 സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി വിരിയിച്ച് വെബ്സൈറ്റ് ഡെവലപ്പറായ രാഹുൽ കാസർഗോഡ് വരഞ്ഞൂറിലാണ് ഓണത്തെ വരവേറ്റ് ചെണ്ടുമല്ലി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. 3000 ചെടികളായിട്ടാണ് പാറപ്പുറത്തെ പൂക്കൃഷിയുടെ വർണ്ണക്കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. പാറപ്പുറത്തെ 50 സെന്റിൽ ചെണ്ടുമല്ലിപ്പൂക്കളുടെ വർണ്ണക്കാഴ്ച സമ്മാനിക്കുകയാണ് 30-കാരനായ രാഹുൽ രവീന്ദ്രൻ. ഓണവിപണി ലക്ഷ്യമാക്കി 2 മാസം മുൻപ് തുടങ്ങിയ പൂക്കൃഷി കാലിച്ചാനടുക്കം വരഞ്ഞൂരിലെ കുറ്റിക്കാടുകൾ നിറഞ്ഞ മലയോര മണ്ണിൽ മനോഹര കാഴ്ചയായി മാറിയിട്ട് ആഴ്ചകളായി. ആഫ്രിക്കൻ മേരിഗോൾഡ് ഇനത്തിൽപ്പെട്ട ചെണ്ടുമല്ലിയുടെ 3000 ചെടികളാണ് നിറയെ പൂക്കളുമായി വിരിഞ്ഞു നിൽക്കുന്നത്. ട്രില്ലർ ഉപയോഗിച്ച് പാറപ്രദേശം കിളച്ച് നിലമൊരുക്കി ചാണകവും കോഴിവളവും പ്രയോഗിച്ചാണ് രാഹുൽ പൂക്കൃഷി തുടങ്ങിയത്. ദിവസവും 10 കിലോ വീതം പൂ വിപണിയിൽ എത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെയായി. പച്ചക്കറിയുടെ ചുറ്റും നട്ടിരുന്നു. അപ്പം ഒരു ചെടി നട്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലവർ ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാനിത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ട് 2 വർഷം മുമ്പ് ലോക്ക്ഡൗണിന് ശേഷമുള്ള ആദ്യത്തെ വർഷം 1000 ചെടി ഞാൻ നട്ടിരുന്നു. പക്ഷെ അത് എനിക്ക് വലിയ ഇതിനെപ്പറ്റി പഠിക്കാഞ്ഞുകൊണ്ടാണ് അത് മൊത്തം ഫ്ലോപ്പായിപ്പോയി. ഒരു ചെടി അതിൽ ഓണം ആയപ്പോഴത്തേനും എനിക്ക് ആകണ്ട 3 ചെടി അങ്ങോട്ട് ബാക്കിയുള്ളൂ. 1000 ചെടി നട്ടിട്ട് 3 ചെടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിൽ നിന്നുള്ള ഓരോരോ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഇപ്പം ഇപ്രാവശ്യം ഈ 3000 ചെടി നട്ടിട്ടുള്ളത്. സ്വകാര്യ IT കമ്പനിക്ക് വേണ്ടി വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രാഹുൽ ദിവസവും 2 മണിക്കൂർ സമയം ചെലവഴിച്ചാണ് ഇവിടം പൂക്കൃഷിയാൽ ആകർഷകമാക്കിയത്. പാറപ്രദേശത്തെ മനോഹര കാഴ്ച പകർത്താനായി ഒരുപാട് പേർ ഇവിടെ എത്തുന്നുണ്ട്. ഓണമടുക്കുന്നതോടെ ചെണ്ടുമല്ലി ആവശ്യപ്പെട്ട് വരഞ്ഞൂരിലെത്തുന്നവരുടെ തിരക്കിലാകും രാഹുൽ. ന്യൂസ് 18 കാസർഗോഡ്. ഒരു യുവ കർഷകന്റെ കഥ കൂടിയാണ് നമ്മൾ കണ്ടത്. എന്തായാലും പാറപ്പുറത്തെ സ്ഥലമൊക്കെ ഡ്രില്ല് ചെയ്ത് ശരിയാക്കി പൂക്കൃഷിയിലേക്ക് കടക്കുകയായിരുന്നു.